ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഉണക്ക ചെമ്മീനും പച്ചക്കായും കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഉണക്കമീൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ഒരു ഉണക്കമീൻ തന്നെയാണത്. ഉണക്ക ചെമ്മീൻ നല്ല വലിപ്പമൊക്കെ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ള വലിപ്പത്തിലുള്ള തന്നെയായിരുന്നു. അപ്പോൾ നമുക്കിതിനെ നന്നായി കഴുകണം ഒന്ന്. കാരണം അവർ ഉണക്കണതല്ലേ, നമ്മൾ പൊടി ഉണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലിട്ടിട്ട് നന്നായി കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കഴുകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ഒരു പൊടി. അതിൽ നിന്ന് നമുക്ക് കളർ വ്യത്യാസമൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അതിൽ നല്ല പൊടിയുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതിന് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ നന്നായി സൂക്ഷിക്കാനുണ്ട്. കാരണം ഈ ചെമ്മീൻ്റെ തലയിൽ അത്യാവശ്യം നല്ല മുള്ളുണ്ടല്ലോ. അപ്പോൾ ഈ മുള്ള് നമുക്ക് കൈ വേദന എടുക്കുകയും ചെയ്യും. പോരാത്തതിന് നമ്മുടെ കൈമ കയറി കഴിഞ്ഞാൽ ഒരു കടച്ചിൽ പോലെയൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി സൂക്ഷിച്ച് തന്നെ കഴുകി എടുക്കണം. അങ്ങനെ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതിനെ നമ്മൾ നന്നായിട്ട് വറക്കാൻ പോവണം. ചെമ്മീൻ വറുത്തിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ അത്യാവശ്യം അതുമ്പോൾ തലേമൊക്കെ മുള്ളും ഒക്കെ ഉണ്ട്. അപ്പോൾ നന്നായി വറക്കുക. ചീഞ്ചട്ടി നന്നായി ചൂടാക്കി അതിലിട്ടിട്ട് നന്നായി വറുത്തെടുക്കുക. ലൈറ്റ് ചൂടിൽ മതി, അല്ലെങ്കിൽ പിന്നെ അത് അടി മുഴുവനും കരിയും. അതിൻ്റെ തലയും മുള്ളൊക്കെ പൊടിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ലൈറ്റാക്കിയിട്ട് ചൂടിൽ നമ്മളത് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായി വറുത്തെടുത്തതിന് ശേഷം നമുക്കത് അടുത്ത നമ്മുടെ പരിപാടി ഇത് വറുത്ത് ചൂടാറണ നേരം കൊണ്ട് തന്നെ നമുക്ക് പച്ചക്കായ 2 പച്ചക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പച്ചക്കായ എടുത്ത് നന്നായി കുനുകുനുന്നെ അരിഞ്ഞിട്ടുണ്ട്. ഈ അരിഞ്ഞതിലേക്ക് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇടണം. അപ്പോൾ ഉപ്പ് ഇട്ടു. ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട്. ഒരു 1.25 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1 ടീസ്പൂൺ തന്നെ ഇട്ടിട്ടുള്ളൂ. ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമുക്ക് ഇടാനുള്ളത് മല്ലിപ്പൊടിയാണ്. അധികം മല്ലിപ്പൊടി യൂസ് ചെയ്യില്ല. നമ്മൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി തന്നെ ഇടുള്ളൂ. ഒരുപാട് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തു വരും. പിന്നെ ഇതിലേക്ക് നല്ല നാടൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിയിലേക്ക് ഒരു പുളി കഷ്ണം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്, അത് ഉടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുളിവെള്ളം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതും ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ ഇപ്പോഴാണ് ഇട്ടിടുന്നത്. അങ്ങനെ ഇത്ര ഇട്ടിട്ട് നമ്മൾ അപ്പോഴത്തേക്ക് നമ്മുടെ ഉണങ്ങിയ എന്ന് വെച്ചാൽ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ചെമ്മീൻ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ തലയും മുള്ളൊക്കെ ഒന്ന് കളയണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഇതുകൊണ്ട് പതുക്കെ ഇടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇടിക്കുമ്പോൾ തല മുഴുവനും പൊടിഞ്ഞ് പോയിക്കോളും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ മാംസഭാഗം മാത്രമായിട്ട് വേർതിരിഞ്ഞ് കിട്ടും. അപ്പോൾ വറുത്തത് കൊണ്ട് തന്നെ അത് പൊടിയാൻ എളുപ്പമാണ്. നല്ല രീതിയിൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി പൊടിക്കണമെങ്കിൽ പൊടിക്കാം. പിന്നെ അതിൽ നമുക്ക് കടിക്കാൻ പറ്റിയ കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാകത്തിന് നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ഇത്തിരി കടിക്കാൻ പാകത്തിന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചേരാതെ തന്നെ പതുക്കെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ എടുത്താലും കിട്ടും. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ കൈയിട്ട് തിരയുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. മുള്ള് നമ്മുടെ കൈമ കുത്താതെ തന്നെ ശ്രദ്ധിക്കണം. അതിന് ശേഷം നമ്മൾ പുളി നമ്മൾ കലങ്ങാൻ വെച്ചിട്ടുണ്ടല്ലോ, കുതിർന്ന പുളി നന്നായി ഉടച്ച് പിഴിഞ്ഞ് ആ പുളിവെള്ളം അതിലൊഴിച്ച് നന്നായി കറിയിലേക്ക് ഒഴിക്കുക. ഇത്രയും ഇപ്പോൾ ഈ പുളിവെള്ളം ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒരുമിച്ച് തന്നെ നമുക്ക് അത് അടുപ്പത്ത് നന്നായി വേവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നന്നായി അത് വെന്ത് വരുമ്പോൾ നമുക്ക് ഒരു അരമുറി നാളികേരമാണ് നമ്മൾ ഇതിലേക്ക് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു അരമുറി നാളികേരം നന്നായി ചിരകിയെടുത്ത് അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരച്ച നാളികേരം ഞാനിത് നന്നായി കായൊക്കെ നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക്
കറിയുടെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പ് കറക്റ്റ് അല്ലേ എന്നൊന്നും കൂടെ നന്നായി നോക്കുക. ഉപ്പ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ധാരണ ഉണക്കമീനല്ലേ അതിൽ ഉപ്പുണ്ടാവും ഉണക്കമീനിലെന്നാണ്. പക്ഷേ നമുക്ക് അതിൽ ഉപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊക്കെ പാകത്തിനാക്കി നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പും അതിൽ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതാണ് അരപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളിയാണ് നമ്മളിതിൽ കാച്ചണത്. അപ്പോൾ ഇത് തിളയ്ക്കണ ആ നേരം കൊണ്ട് ഉള്ളി നമ്മൾ ചെറുതായി കുഞ്ഞുകുഞ്ഞിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉള്ളി നമ്മൾ ചീനിട്ടിൽ ഇട്ട് കാച്ചി 2 കറിവേപ്പിലയും കൂടി ഇട്ട് ഒരുമിച്ച് വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ട് അത് കാച്ചി കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നന്നായി മൂക്കുമ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഈ സ്മെല്ലൊക്കെ കൂടി തന്നെ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് കറി കുറച്ച് ഒഴിച്ച് അത് ഒരുമിച്ച് അങ്ങോട്ട് നന്നായി കാച്ചിയെടുക്കുക. നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഉണക്കച്ചീനിയും കായും കൂടിയുള്ള കറിയാണ് അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. സാധാരണ നാട്ടിൻപുറത്തുള്ള വീടുകളിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. എല്ലാവരും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.